മനുഷ്യപ്പറ്റുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടിട്ടല്ല കസ്റ്റഡിയിലിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇതിനകത്ത് നിരാഹാരം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. DK റെസ്റ്റോറൻറ്റിലെ ഫുഡാണല്ലോ ഇത്. അവിടെ പോയി ഫുഡ് കൊണ്ടുവന്നത് ആരായിരിക്കും? അവള് തന്നെയായിരിക്കും, ആ ബേക്കറിക്കാരി. അപ്പോ ജാമ്യം കിട്ടില്ലേ മാഡം? അറിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും DK ഞാൻ ജയിലിലേക്ക് അയക്കില്ല. അത് നടക്കുമോ മാഡം? നടത്തണം, നടത്തിയെടുക്കണം. DK ഈ പ്രശ്നത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പൊ എന്റെ തലയില്ല. അതെനിക്ക് മാറ്റിയേ പറ്റൂ. സർ, അദ്ദേഹം ആഹാരം മുഴുവൻ കഴിച്ചായിരുന്നോ? ഇതുവരെ കഴിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളൂ. ദേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ സർ? എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോണം. പോകാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ ജയരാമൻ സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ട് പോവാൻ? എനിക്കെങ്ങും പോവാനില്ല. അതെ, ജയരാമൻ സാറിനോട് പറഞ്ഞേക്ക് എനിക്ക് പോവാൻ മനസ്സില്ലാന്ന്. അത് പറ്റില്ല മാഡം. പ്രതിയെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് വിസിറ്റിംഗ് തന്നെ അനുവദിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പ്ലീസ് പറയുന്നത് കേൾക്കണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അയാളോട് വന്ന് എന്നെ പിടിച്ചിറക്കി വിടാൻ പറയൂ. എന്റെ ഭർത്താവിനെ കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോയില്ലാന്ന് പറഞ്ഞേക്ക് അയാളോട്. അല്ലെങ്കിൽ എന്നെ കൂടെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പറയൂ. മാഡം, നമുക്ക് പോവാം. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട. അർജുൻ പോയി DK കഴിക്കുന്നുണ്ടോ നോക്ക്. നേരെ ചെല്ലണ്ട. കാണാത്ത രീതിയിൽ നിന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോ എന്താ ഒരു വഴി? എന്റെ കൂട്ടുകാരിയുടെ അമ്മ അഡ്വക്കേറ്റ് അല്ലേ, അവരെ പോയി ഒന്ന് കണ്ടാലോ? മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ പിന്നെ ഉടനെ ഒന്നും ജാമ്യം കിട്ടില്ല. എന്തായി അർജുൻ, കഴിച്ചോ? ഇല്ല മാഡം, പാത്രം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. വാ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ദയവ് ചെയ്തൊന്ന് കേൾക്കണം. അർജുൻ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ വിളിച്ചിട്ടാ വന്നത് ഒരു സഹായത്തിന്. റെസ്റ്റോറന്റിൽ നിന്ന് നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. ആര് പറഞ്ഞു റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് ഫുഡ് കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞോ? പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? എന്നെ നിങ്ങളുടെ മരുമക്കൾ അമരാവതിന്ന് പിടിച്ചിറക്കി ഗേറ്റ് അടച്ചില്ലേ? ഞാൻ ചെയ്യേണ്ടത് എന്റെ മരുമക്കൾ ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? ആ ജയരാമനെ നിങ്ങളെ ചതിച്ചത്, അല്ലാതെ ഞാനൊന്നും അല്ല. അർജുൻ, ഈ ഫുഡ് തിരികെ കൊണ്ടോ. എടുത്തോണ്ട് പോവാൻ. വേണ്ട അർജുൻ, ടെൻഷൻ കൊണ്ടാ നിന്റെ സാറിങ്ങനെ പറയുന്നത്. നീ പൊയ്ക്കോ. ഹിറ്റ്ലർ, ആ ജയരാമൻ നിങ്ങളെ മാത്രമല്ല എന്നെയും ഈ കേസിൽ കുരുക്കി എന്റെ ജീവിതം പോലും നഷ്ടപ്പെടുത്തി. നിന്റെ കള്ളച്ചതിയുടെ പുരാണം കേൾക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. എനിക്കിവിടെ ആരുടെ സഹായം ആവശ്യമില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോവാനാ?
നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ ഞാനിപ്പോ പേര് വഴിയില്ല. ഹിറ്റ്ലറെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോടുള്ള വാശി കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് പ്ലീസ്. നീ ഇതിനകത്ത് വല്ല വിഷവും കലർത്തിയിട്ടില്ലെന്ന് ആര് കണ്ടു? ഭക്ഷണം വേണമെങ്കിൽ കഴിക്കണ്ട. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. ജയരാമ മാത്രല്ല, അവിനാശ് നിങ്ങളെ ജയിലടക്കാൻ കാത്തിരിക്കുക. അതിന് നിനക്കെന്താ? ഞാൻ നിന്റെ ആരാ? ഞാൻ നിന്റെ ആരെങ്കിലും ആണെന്ന് നീ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റ്. ഒരു താലി കെട്ടിപ്പോയതുകൊണ്ട് നീ എന്റെ ആരെങ്കിലും ആയി പോയിന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. സുപ്രിയയുടെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി വരാനുള്ള നിന്റെ ഈ അത്യാഗ്രഹം ഞാൻ ഒരിക്കലും അനുഭവിച്ചു തരികയില്ല. ഒരു ജോലിക്കാരിക്കപ്പുറം അമരാവതി വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഞാൻ കൽപ്പിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ആഹാ, അത് കൊള്ളാലോ. നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും നിങ്ങളോടുള്ള പ്രേമം മൂത്തിട്ട് ഞാൻ ഇവിടെ കാവല് കിടക്കുവാണെന്ന്. എന്നാൽ അതല്ല സത്യം. നിങ്ങളെ ചതിച്ച് ജയിലിലാക്കിയവൾ എന്ന കിരീടമാ ആ ജയരാമൻ എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നത്. സുപ്രിയെ കൊന്നത് നിങ്ങളാണെന്ന് അന്ന് അയാൾ എന്നോട് പറഞ്ഞപ്പോ ഞാനും ഒന്ന് സംശയിച്ചു പോയി. പക്ഷേ അയാൾ പറഞ്ഞ തെളിവുകളൊന്നും ആ ലോക്കറിനകത്തില്ലാന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നതാ. എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചതല്ലെന്ന് ആ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ദിവസം എനിക്ക് മനസ്സിലായി. ശത്രുക്കളായി പോരടിച്ച നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പരസ്പരം അങ്ങ് ഒന്നിപ്പിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. ഇപ്പോ നീ കാരണം DKയുടെ സമാധാനം മുഴുവൻ അങ്ങ് പോയി കിട്ടി. അന്ന് എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോവായിരുന്നു. പക്ഷെ ആ ജയരാമൻ നിങ്ങളെ എന്തെങ്കിലും ചതിയിൽപ്പെടുത്തി ഈ അവസ്ഥയിൽ എത്തിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അമരാവതിയിൽ നിന്നത്. അല്ലാതെ നിങ്ങളുടെ ഭാര്യ പദവിയും അമരാവതിയിലെ അമ്മായിയമ്മ പട്ടവും മോഹിച്ചിട്ടല്ല. മതി നിന്റെ കള്ളപ്രസംഗം. നീ ഈ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. DK പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാനൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നോ, നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. അങ്ങനെ നീ എനിക്ക് ജാമ്യം വാങ്ങിത്തരാൻ ശ്രമിച്ചാൽ സുപ്രിയെ കൊന്ന കുറ്റം സ്വയം ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോകും. പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇറങ്ങിപ്പോ. എന്റെ വിധി ഞാൻ സ്വയം തീരുമാനിക്കുന്ന. മരിച്ചാലും എന്നെ ചതിച്ച നിന്റെ സഹായം ഞാൻ സ്വീകരിക്കില്ല. Get out. DK, സുപ്രിയെ കൊന്നത് നീയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ കേസ് തെളിയിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ജ്യോതിയാണ്. താങ്ക്സ് ജ്യോതി.
അമ്മ മരുന്ന് കഴിച്ചോ? എന്തിനാ ഈ മരുന്നും മന്ത്രമൊക്കെ? എനിക്കൊന്ന് മരിച്ചാ മതി. ഇങ്ങനെ വാശി പിടിച്ചിട്ട് അസുഖം കൂട്ടി വെക്കില്ലേ അമ്മേ? ദാ ഗുളിക കഴിക്കമ്മേ. DK തിരിച്ചു വരുമ്പോ അമ്മ ആ പഴയ അമ്മയായിട്ടിരിക്കണ്ടേ? ആ പഴയ ചിരിയും കളിയും അമ്മയുടെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കേൾക്കണ്ടേ ഞങ്ങൾക്ക്? DKക്ക് നാളെയോ മറ്റന്നാളോ ജാമ്യം കിട്ടും. എന്നാര് പറഞ്ഞു? വക്കീല് പറഞ്ഞോ? ആ വക്കീല് പറഞ്ഞു. DK വരുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാ പിന്നെ അത് മതി. ഞങ്ങളെ 3 പേരെ ഇവിടുന്ന് പറത്തിക്കളയും. ദാ കഴിക്ക. എനിക്ക് അമ്മയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ജ്യോതിയുടെ കാര്യമാ. ഞങ്ങൾ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ മനസ്സ് ഞങ്ങൾക്കറിയാം. പക്ഷേ DK ജയിലിലാക്കിയ അവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാമ്മേ. ചതിക്കുന്നവരെ പോലും കണ്ണീര് കണ്ട സഹായിക്കുന്ന ആളാണ് അമ്മ. അമ്മ ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര സന്തോഷം നിറഞ്ഞ വീടായിരുന്നു നമ്മുടേത്. സത്യത്തില് അവള് വന്നു കയറിയതിൽ പിന്നെയല്ലേ ഇങ്ങനെയൊക്കെ ആയത്. അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് അവളിവിടെ എല്ലാം ചെയ്തത്. ഇപ്പോ DK ജയിലിലും ആക്കി. എന്നിട്ടും തീർന്നു ഇല്ല. അമ്മേ, കുറച്ചു മുമ്പ് അവിനാശ് വിളിച്ചിരുന്നു. അവനെന്തു പറഞ്ഞു? എന്റെ പൊന്നെ ഉടനെ വിടുവോ? ജാമ്യം കിട്ടിയാൽ ഉടനെ DK വരും. വക്കീൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അവിടെയും ആ ജ്യോതി DKക്ക് സമാധാനം കൊടുക്കാതെ ഒപ്പം കൂടിയേക്കുക. ഡ്രൈവർ അർജുനെ വിളിച്ച് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കാരിയറിലാക്കി കൊണ്ടു ചെന്നത്രേ, ഭർത്താവിന് സേവിക്കാൻ. അവിനാശ് അവന് ഫുഡ് വാങ്ങി കൊടുത്തെന്നാണല്ലോ നേരത്തെ അവൻ പറഞ്ഞത്. അതെ അതെ, അവിനാശ് അത് എന്നോടും പറഞ്ഞു. ഇറക്കി വിടാൻ നോക്കിയിട്ട് ഇറങ്ങി പോകാതെ അവൾ അവിടെ കുത്തിയിരിക്കുകയാണെന്നാ അവിനാശ് പറഞ്ഞത്. അവള് കാരണം DKക്ക് മനസമാധാനം പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ ആ ഫോണിൽ എടുത്തേ. എന്തിനാമേ? അമ്മ അവളുടെ കാല് പിടിക്കാനൊന്നും പോണ്ട. പറഞ്ഞത് കേട്ടാ മതി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. നീ ഫോൺ എടുത്ത് അവനെന്ന് വിളിക്ക. അമ്മ, ജയിലിൽ നീ എന്റെ മോന് സമാധാനം കൊടുക്കില്ലല്ലേ? എന്റെ മോനെ കൂട്ടാൻ ഉറക്കാൻ നീ അവിടെ നിൽക്കണ്ട. അമ്മ, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്നെ അങ്ങനെ ഇനി വിളിക്കണ്ട. നീ എന്നെ അങ്ങനെ വിളിച്ചപ്പോഴൊക്കെ
നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ എന്നെ തകർത്തു കളഞ്ഞു. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മ. നിന്റെ കള്ളക്കരച്ചിൽ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. എന്റെ മോന്റെ സമാധാനം കളയാതെ ഒന്ന് ഇറങ്ങി പോകാമോ നിനക്ക്? ജയിലിലെങ്കിലും എന്റെ മോന്റെ സമാധാനത്തിന് ഇരുന്നോട്ടെ. ഇനി ഞാൻ വിളിക്കുമ്പോ നീ അവിടെ ഉണ്ടാവരുത്. അടിപൊളി. അമ്മായിയമ്മയും മരുമോളും ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും പോലെയായി. ഇനി ഇതിനിത്തിരി തവിടും പിണ്ണാക്കും കൂടി ഇട്ടുകൊടുത്താ മതി. ഈ വൈരാഗ്യം തഴച്ചങ്ങ് വളർന്നോളും. ഇതോടെ അമരാവതിയിലെ അവളുടെ കഥ കഴിഞ്ഞു. ഇതല്ലേ നീ ആഗ്രഹിച്ചത്? അമ്മേ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നല്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യ കൽപ്പിച്ചതും ഒന്നായിപ്പോയി. അതൊന്ന് ഓർത്തു പോയെന്നേ ഉള്ളൂ. ഈ മായേച്ചി പോയി കോളമാക്കി കാണൂ. അതെ, ഇത് നീ പോകുന്ന പോലല്ല. മായച്ചി പോയാ അത് ശരിയാക്കിക്കൊണ്ടേ വരൂ. മായച്ചി എന്തായി മായച്ചി? അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് വല്ല പിടിയും കിട്ടിയോ? ഇനി അവള് തിരിച്ചു വന്നാ കൈ പിടിച്ചു കയറ്റുവോ? കൈയല്ല, വേണമെങ്കിൽ നിലവിളക്കും കത്തിച്ച് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. അവൾ അമ്മയ്ക്ക് ഏതാണ്ട് കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഊഹത്തില് തെറ്റൊന്നുമില്ല. അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ പുറന്തോടില് ഒരു വിള്ളല് വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉള്ളിൽ അവളോടുള്ള സ്നേഹത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ മുറിവേറ്റത് സ്വന്തം മകന്റെ നെഞ്ചിലായപ്പോ ഉള്ളൊന്ന് പൊള്ളിപ്പോയി. അതുകൊണ്ട് കൈപിടിച്ച് തിരികെ കയറ്റുകയൊന്നുമില്ല. എന്നാലും അവളെ ഇവിടുന്ന് പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നമ്മുടെ നീക്കം അമ്മയ്ക്ക് മനസ്സിലായി. അത് പച്ചയ്ക്ക് എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോ നമ്മളൊന്ന് കരുതിയിരിക്കണം എന്നർത്ഥം. അവൾക്കെതിരെയുള്ള നീക്കത്തിന് ഇനിയും ആയുധങ്ങൾ സ്വരുക്കൂട്ടണം, അല്ലേ മായച്ചി? നമ്മൾ അവളെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കിയത് പത്മാവതി അമ്മയ്ക്ക് അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല. പക്ഷേ അവള് ജയരാമന്റെ ഏജന്റായിട്ട് വന്ന് DK ചതിച്ചത് അംഗീകരിക്കാനും വയ്യ. അപ്പോ ത്രിശങ്കുവിലാണ് രാജമാതാവ്, അല്ലേ മായച്ചി? DKയുടെ ഭാര്യ എന്ന അവകാശത്തില് അവള് തിരിച്ചു കയറിയോ നമ്മൾ ഇനി എന്ത് ചെയ്യും മായച്ചി? ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് മാത്രമല്ല, സാക്ഷാൽ DKക്ക് പോലും. നിയമം അങ്ങനെയാ. DKയുടെ ഭാര്യ എന്ന അധികാരത്തിൽ അവൾക്കിവിടെ ഏത് നിമിഷവും കയറി വരാം, താമസിക്കാം. ആർക്കും അത് തടയാൻ പറ്റില്ല. ഒന്ന് ചുമ്മാതിരി മായേച്ചി. ഇനി അവൾ ഈ പടി കയറി വന്നാലേ കഴിഞ്ഞ തവണത്തെ പോലെ പിടിച്ചിറക്കി വിട്ട് ഗേറ്റ് അടയ്ക്കണം, അല്ലാതെ പിന്നെ. അതത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ചിത്രേ. കഴിഞ്ഞ തവണ DK അറസ്റ്റ് ചെയ്യിക്കാൻ കാരണക്കാരിയായവളെ പുറത്താക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. അന്ന് അവള് പ്രതികരിക്കാഞ്ഞത്
അവളുടെ കയ്യിൽ തെറ്റുണ്ടെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ടാ. ഇനി അവള് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ച നമുക്കവളെ നിഷേധിക്കാനാവില്ല. കാരണം ഈ വീട്ടിൽ നമുക്കും മേലെയാണ് നിയമപരമായി അവൾക്കുള്ള സ്ഥാനം. പിന്നെ എന്ത് ചെയ്യണമെന്ന് മായച്ചി പറഞ്ഞു വരുന്നേ? അമ്മയെ മുന്നിൽ നിർത്തണം, ഒരു പരിചയ പോലെ. എന്നിട്ട് അമ്മയെ കൊണ്ട് അവളോട് ഇറങ്ങിപ്പോകാൻ പറയിക്കണം. അതിനിത്തിരി പൊളിക്കും. അമ്മ അങ്ങനെ പറയുന്നേ എനിക്ക് തോന്നില്ല. പറയിക്കണം. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? DKക്ക് ജാമ്യം കിട്ടി തിരിച്ചു വരുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അസത്യം 1000 വട്ടം പറഞ്ഞ് സത്യമാക്കുന്നത് പോലെ അമ്മയ്ക്ക് ചുറ്റിലും നിന്ന് അവള് കാരണമാണ് DK ജയിലിൽ പോയതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞു പറഞ്ഞ് അമ്മയുടെ മനസ്സിൽ അത് ഉറപ്പിക്കണം.